ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിനും വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതമായി നിലവിൽ വന്ന സ്ഥാപനങ്ങളെ രണ്ടായി തിരിക്കാം. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. എന്നാൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി രൂപം കൊള്ളുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ന്യൂനപക്ഷ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഭരണഘടനേതര സ്ഥാപനങ്ങൾ: മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത എന്നിവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളെ അധികാരത്തിൻ്റെ ഉറവിടം ഭരണഘടനയാണ്. ഇവയുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി നൽകാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇത്തരം സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു.